ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളെ താമസിക്കുന്നു. ആദ്യഘട്ടമായി 50-ലധികം വീടുകളാണ് കൈമാറുക. 105 വീടുകളാണ് ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്നത്. തെക്കൈപ്പറ്റയിലെ ടൗൺഷിപ്പിലാണ് നമ്മൾ ഉള്ളത്. അതായത് മുസ്ലിം ലീഗ് മാതൃകാപരമായ 100 വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. അതിൽ ആദ്യഘട്ട 50 വീടുകളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ്. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ കഴിഞ്ഞു. റൂമുകളുടെയും വീടിന്റെ ഉള്ളിലെ എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനി കുടിവെള്ള സൗകര്യം പൊതുവായിട്ടാണ്. കുടിവെള്ള സൗകര്യത്തിനുള്ള വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പൊതു ഡ്രെയിനേജ് സംവിധാനമാണ് അതൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. മുറ്റത്ത് പാകാനുള്ള ഇന്റർലോക്ക് അടക്കം ഇറക്കി കഴിഞ്ഞു. ഇനി ഇന്റർലോക്ക് കൂടി പാകി കഴിഞ്ഞ് പ്രധാന റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൗൺഷിപ്പിന്റെ പണി ഏകദേശം പൂർത്തിയായി. ഏകദേശം ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതിയിൽ 40 വീടുകളുടെ മെയിൻ വാർപ്പ് പൂർത്തിയായി. ആദ്യഘട്ടമായി ടൗൺഷിപ്പിലെ 50 വീടുകൾ ഫെബ്രുവരി 28-ന് കൈമാറുമെന്ന് ലീഗ് ജില്ലാ നേതൃത്വം അറിയിച്ചു. 8 സെന്റിലായി 1060 സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികൾ ഉൾപ്പെടുന്ന വീടുകളാണ് തയ്യാറാകുന്നത്. മുസ്ലിം ലീഗിന്റെ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിലെ ആദ്യ 51 ഗുണഭോക്താക്കളെ പ്രഖ്യാപിച്ചു. ഇന്നലെയാണ് ആദ്യഘട്ട വീടുകളുടെ ഗുണഭോക്താക്കളെ നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചത്. ഈ മാസം 28-നാണ് വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറുക. റോബിൻ മാത്യു മറ്റത്തിൽ വയനാട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൂർത്തിയാനായി പോകുന്ന മുസ്ലിം ലീഗിന്റെ മിനി ടൗൺഷിപ്പും 51 വീടുകളുടെ നറുക്കെടുപ്പ് ഗുണഭോക്താക്കൾക്ക് നടത്തി കഴിഞ്ഞു. അതായത് 51 വീടുകൾ ആർക്കൊക്കെ ലഭിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ തീരുമാനം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസമാണ് അത് പൂർത്തിയാക്കിയത്. 1060 ചതുരശ്ര അടിയുള്ള വീടുകളാണ് മുസ്ലിം ലീഗ് അവരുടെ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. തൃക്കൈപ്പറ്റയിലാണ് ഈ സ്ഥലമുള്ളത്. നമുക്ക് കാണാം, നവീന ശൈലിയിലുള്ള വീടുകളാണ്. 28-ാം തീയതി തന്നെ കൈമാറ്റത്തിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പാർട്ടി നമ്മോട് പറഞ്ഞത് ഫെബ്രുവരിയിൽ വീട് തരുന്നതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട് പാർട്ടിയിൽ. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഒരു കാര്യങ്ങൾ കൊണ്ടും പാർട്ടി ദുരന്തം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെ ദുരന്തബാധിതരെ കൂടെ നിന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എല്ലാം കൊണ്ടും നമുക്ക് ജീവിക്കാനും ഞങ്ങൾ വന്ന നാടിൻ്റെ അതേ ഒരു പ്രകൃതിയുള്ള സ്ഥലത്താണ്. വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 1.5 ഏക്കറിലുള്ള 3 പ്ലോട്ടുകളിലായി 105 വീടുകൾ ആകെ നിർമ്മിക്കും. ഈ ടൗൺഷിപ്പിൽ കമ്മ്യൂണിറ്റി ഹാൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ഭാവിയിൽ ഒരു നില കൂടി മുകളിലേക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലാണ് വീടുകളുടെ നിർമ്മാണം. നിലമൊരുക്കുന്നത് പൂർത്തിയായ 2ാമത്തെ പ്ലോട്ടിലും വൈകാതെ നിർമ്മാണം ആരംഭിക്കും. ഉൾപ്പെടെയുള്ള നൽകിക്കൊണ്ട് ആളുകൾക്ക് ഉടനെ തന്നെ താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് വീട് മുസ്ലിം ലീഗ് കൈമാറാനായി പോകുന്നത് എന്ന ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതുണ്ട്. റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ്. മുസ്ലിം ലീഗിന്റെ മുണ്ടക്കൈ ചുഴൽമല പുനരധിവാസ പദ്ധതി ഒരുങ്ങുന്നത്. 105 വീടുകളാണ് ആകെ നിർമ്മിക്കുന്നത്. അതിൽ 51 വീടുകളാണ് പൂർത്തിയായിരിക്കുന്നത്. അവസാന മിനുക്കുപണികൾ തൊഴിലാളികൾ ഇപ്പോൾ വളരെ വേഗതയിൽ അവസാന മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 51 വീടുകളാണ് കൈമാറുന്നത്. ഈ ഗുണഭോക്താക്കളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്നു. ടോണി ആർക്കിടെക്റ്റാണ് കോഴിക്കോടുള്ളത്. അവർ ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആണല്ലോ. അപ്പോൾ അവർ തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് ഇതിൻ്റെ കൺസൾട്ടൻസി മാത്രമല്ല, ഇതിൻ്റെ സ്ട്രക്ചർ ഡ്രോയിങ്ങും ഇതിൻ്റെ ഡിസൈനിങ് എല്ലാവരും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അവർ ഇതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 1060 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. 1060 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും സൗകര്യങ്ങൾ. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസിനുള്ള സ്പേസും കൂടി ഇട്ടിട്ടുണ്ട്. അത് അകത്തുനിന്ന് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, പുറത്തുനിന്ന് വേണമെങ്കിൽ കൊടുക്കാം. ആ രീതിയിലാണ് അതിൻ്റെ പ്ലാനിങ് വന്നിരിക്കുന്നത്. മാത്രമല്ല 3 ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്താണ്. വർക്ക് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, ഡൈനിങ് ലിവിംഗ് റൂം ഉണ്ട്. ഒക്കെ നല്ല മനോഹരമായ ഒരു പ്ലാനാണ്. വീടുകൾക്ക് പുറമെ പ്രധാന റോഡ്, വളരെ വീതിയുള്ള ഒരു ഇന്റർലോക്ക് റോഡ് പ്രധാന പാതയായി ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അടുത്ത മറ്റ് 2 ഭാഗങ്ങളിലേക്കും റോഡ് തിരിഞ്ഞു പോകുന്നുണ്ട്. എല്ലാ വീടിന്റെ മുൻവശത്തും റോഡ് എത്തുന്നുണ്ട്. മാത്രമല്ല വൈദ്യുതിയും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയാണ് ഈ നിർമ്മാണം പൂർത്തി